നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറച്ചു ദിവസങ്ങളായി വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പലതരം മൊഴികളും പല വെളിപ്പെടുത്തലുകളൊക്കെ പുറത്തു വന്നിരുന്നു. ആ സമയങ്ങളിലൊക്കെ അതായത് പ്രതി കൊലപാതകം ചെയ്യാൻ നേരത്ത് ലഹരിക്ക് അടിമയായിരുന്നു എന്ന തരത്തിൽ പല ചോദ്യങ്ങളും പുറത്തു വന്നിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ അഫാൻ പറഞ്ഞിരുന്നത് താൻ മദ്യം കഴിച്ചിരുന്നു, മദ്യത്തിൽ എലിവിഷം ചേർത്ത് കഴിച്ചിരുന്നു, അതിനുശേഷം താൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നൊക്കെയാണ്. തുടർന്ന് ഈ അഫാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും വേണ്ട ചികിത്സകളൊക്കെ നൽകുകയും ചെയ്തിരുന്നു. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നിയിരുന്നു തുടർന്നുള്ള എന്തെങ്കിലും ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് അഫാൻ തന്നെ എന്തെങ്കിലുമൊക്കെ നാടകങ്ങൾ കളിക്കുന്നതാണോ എന്നൊക്കെ നമുക്ക് തോന്നിയിരുന്നു. പക്ഷെ ഇതൊക്കെ ശരിവെക്കുന്ന തരത്തിൽ അതായത് 5 കൊലപാതകങ്ങൾ ചെയ്ത പ്രതി അഫാന്റേത് ഒരു എലിവിഷം കഴിച്ചുള്ള നാടകമാണെന്ന് തെളിയിക്കുന്ന രാസപരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, അല്ലെ? ശരിക്കും ഈ അഫാൻ ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് വിഷം കഴിക്കുന്നു. അപ്പൊ നമ്മളെല്ലാം സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് ഇത്രയും കൊലപാതകങ്ങൾ ചെയ്ത ഒരു മനുഷ്യൻ, അപ്പൊ ആ വ്യക്തിക്ക് അത് താങ്ങാനാവാതെ അയാൾ സ്വയം നശിക്കാൻ തീരുമാനിക്കുന്നു, ആത്മഹത്യക്ക് വേണ്ടിയിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു, വലിയ വിഷം കഴിക്കുന്നു. പക്ഷെ രാസപരിശോധനാ ഫലത്തില് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതില് എലിവിഷത്തിന്റെ അളവ് ചെറിയ തോതിലേ ഉള്ളൂ, ചെറിയ തോതില്. അപ്പോ മരിക്കാൻ വേണ്ടിയിട്ടാണ് അഫാൻ എലിവിഷം കഴിച്ചതെങ്കിൽ ഫുള്ള് കഴിക്കേണ്ടതല്ല, അല്ലെങ്കിൽ കൂടുതൽ രീതിയിൽ കഴിക്കേണ്ടതല്ല. ഇത് ചെറിയ തോതിലേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പൊ അത് വെറും ഒരു ഒന്നുകിൽ മരിക്കാൻ പേടിയായിരുന്നിരിക്കാം, അതല്ല എങ്കിൽ ഇത് ആത്മഹത്യാ നാടകമായിരുന്നിരിക്കാം. 2 രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പോ അഫാന്റെ ഒരു ഇപ്പോഴത്തെ ഒരു ശാരീരിക ഭാഷയൊക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അഫാന്റെ ഇത് വെറും ഒരു നാടകം തന്നെയായിരുന്നു. ഈ എലിവിഷം കഴിക്കുക അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു അങ്ങനെ ഒരു കാര്യം കഴിച്ചു, പക്ഷെ ചെറിയ തോതിൽ അതിന്റെ അളവുള്ളൂ. അപ്പൊ അതൊരു വെറും ഒരു നാടകം മാത്രമായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അല്ല ഉഡായിപ്പിന്റെ ഉസ്താദാണ് അഫാൻ എന്ന് നമുക്ക് കരുതേണ്ടി വരും. അപ്പോ മരിക്കണമെന്ന ഉദ്ദേശത്തോടെ ആണെങ്കിൽ ഒരുപാട് കഴിക്കണതല്ലേ. അപ്പൊ അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ലായിരുന്നു അഫാൻ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അഫാൻ ഈ കൊലപാതകങ്ങൾ ചെയ്തതിന് ശേഷം കാണിച്ച ആത്മഹത്യാ നാടകം ഇതാണ്. ജയിലിലായിരുന്ന സമയത്ത് നമ്മൾ കണ്ടു ആ തിട്ടയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ് അഫാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എല്ലാ ഉടായ്പകളും ചേർന്ന ഒരു വ്യക്തി തന്നെയാണ്. 15-ാം വയസ്സ് മുതൽ ഈ ആത്മഹത്യാ നാടകം പുറത്തെടുക്കുന്ന മകനാണ്. അതായത് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് ഈ ആത്മഹത്യ താൻ ചെയ്യുന്നു, തനിക്ക് മറ്റാരുടെയും സ്നേഹം ലഭിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രതി ഈ ഒരു വിഷയം മുന്നിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയത്. രാസപരിശോധന ഫലം ശരിക്കും മദ്യത്തിന്റെ അളവ് കൂടുതലാണ്, അല്ലേ? മദ്യത്തിന്റെ അളവ് കൂടുതലെന്നല്ല, ആ ശരീരത്തിൽ രാസപരിശോധന ഫലത്തില് എലിവിഷത്തിന്റെ തോത് വളരെ കുറവായിരുന്നു. ആദ്യം കൂൾ ഡ്രിങ്ക്സിനൊപ്പം ഈ എലിവിഷം ചേർത്ത് കഴിച്ചതിനു ശേഷമാണ് ചെറിയ തോതിൽ മദ്യം കഴിച്ചത്. മദ്യം ഒരുപാട് അളവിൽ കൂടുതലുമായിരുന്നില്ല, എലിവിഷവും കൂടുതൽ അളവിലായിരുന്നില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ രാസപരിശോധനാ ഫലം പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ അതിനെ ചിന്തിക്കാവുന്നതാണ്. അതായത് സ്വയം രക്ഷിക്കാൻ അല്ലെങ്കിൽ സ്വയം സംരക്ഷിക്കാൻ സ്വന്തം ജീവനെ, ഇത്രയും ജീവനുകളെ കൊന്നൊടുക്കി അഫാന് സ്വന്തം ജീവനെ നശിപ്പിക്കാൻ അഫാനോട് തന്നെയായിരുന്നു ഇഷ്ടമുള്ളത്. സ്വന്തം ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാൻ അഫാൻ ഇതുവരെയും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം എന്ന് പറയുന്നത്. കാരണം താൻ അമിതമായ അളവിൽ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ തനിക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ എന്നൊക്കെ അഫാൻ ഭയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ ചെറിയ തോതിൽ 20 രൂപയ്ക്ക് എലിവിഷം വാങ്ങി വളരെ ചെറിയ തോതിൽ അത് കഴിച്ചിരിക്കുന്നത്. അഫാൻ അങ്ങനെ അത്തരത്തിൽ ആത്മഹത്യ ചെയ്യണം എന്നൊന്നുമല്ല നമ്മൾ പറയുന്നത്. അഫാൻ ചെയ്ത നാടകം, ആ നാടകത്തിന്റെ ആ ഒരു ക്ലൈമാക്സിൽ വന്ന് നിൽക്കുമ്പോൾ സംഭവമാണ് നമ്മളിപ്പോ പറയുന്നത്. മാത്രമല്ല അഫാൻ ഇത് കഴിക്കുന്നല്ലോ, ഈ ഒരു എലിവിഷൻ കഴിക്കുന്നുണ്ടല്ലോ. അപ്പോ കഴിക്കുമ്പോൾ അതല്ല, ഇവർ നേരത്തെ പറഞ്ഞത് ഞങ്ങൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യണം എന്ന പ്ലാനിലായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ ആത്മഹത്യ എന്ന പ്ലാൻ അവർക്കുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ആത്മഹത്യ ചെയ്യാനിരുന്നവരാണ്. പക്ഷെ അത് നടക്കില്ല എന്ന് കണ്ടപ്പോ ഇവൻ കൊലപാതകങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഇവൻ ഒരു മരണം എന്ന വഴി ഇവൻ തിരഞ്ഞെടുക്കുമായിരുന്നില്ല എന്ന് തോന്നുന്നു ഇപ്പൊ വരുന്ന. അതായത് ഇവന് മരിക്കണമെന്ന് ഇവന്റെ ആ ഒരു പ്ലാൻ. ഈ അഫാൻ എല്ലാവരെയും കൊലപ്പെടുത്തുന്നത് ഞാൻ പിന്നാലെ വരും, നിങ്ങളെല്ലാരും പൊയ്ക്കോന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും കൊലപ്പെടുത്തുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ പ്രതി തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കുകയാണ്. പ്രതിക്ക് ജീവിച്ചിരിക്കണം. അതെ, മരണത്തിൽ നിന്ന് കഴിയുന്നതും ഒഴിവാകാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം കൊലപ്പെടുത്തി എല്ലാവരുടെയും കൊലപാതകം അല്ലെങ്കിൽ അവരും മരണത്തോട് മല്ലടിക്കുന്നത് കണ്ടു രസിച്ച് അവരെ യാതൊരു ദാക്ഷിണ്യമില്ലാതെ കൊലപ്പെടുത്തിയിട്ട് ആ മരണത്തെ അഫാൻ പേടിച്ചു, അല്ലെങ്കിൽ അഫാൻ ആ മരണം തിരഞ്ഞെടുത്തില്ല. അത് അവന് പേടിയായിരുന്നു. അഫാൻ ഇനിയും ജീവിക്കണം, അഫാൻ ഈ കടങ്ങള് ഇനി വേട്ടയാടാത്ത രീതിയിൽ തന്നെ അഫാന് ജീവിക്കണം എന്നുള്ള ഒറ്റ ഒരു ചിന്ത കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു കൊലപാതകങ്ങളൊക്കെ നടത്തിയിട്ട് സേഫ് ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരായി താനാണ് ഇതൊക്കെ ചെയ്തത്, 5 കൊലപാതകങ്ങൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെളിപ്പെടുത്തൽ നടത്തി. ഇപ്പൊ
ജയിലിൽ സുഖമായിട്ട് ജീവിക്കുകയാണ് പ്രതി. അപ്പൊ അഫാന്റെ ഇത് സുഖമായിട്ട് ജീവിക്കാൻ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ജയിലെന്ന് പറയുമ്പോ എത്രയൊക്കെ പറഞ്ഞാലും ജയില് തന്നെയാണ്. അതിന്റെ പക്ഷെ ഒരു മാനസികമായ ഒരു പ്രയാസങ്ങളും വേട്ടയാടപ്പെടുന്നില്ലല്ലോ, എല്ലായിടത്തും കൂളാണ്. അഫാൻ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എല്ലാം കൂളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ മാത്രമേ യാഥാർത്ഥ്യമെന്ന് ഈ പറയുന്ന അഫാൻ തിരിച്ചറിയുകയുള്ളൂ. ജയിലിലെ വാസം അത്ര നല്ലതാണെന്നല്ല പറഞ്ഞതിനർത്ഥം. അതായത് പ്രതി പുറത്ത്, അതായത് നേരത്തെ കടം ഉണ്ടായിരുന്ന സമയത്ത് അനുഭവിച്ചിരുന്ന ആ മാനസിക സമ്മർദ്ദങ്ങളെല്ലാം റിലീഫാണ്. പ്രതി ഇപ്പം എന്താ പോലീസിന്റെ ഇപ്പൊ ഒരു നിരീക്ഷണത്തിലൊക്കെ തന്നെയാണ്. എന്തായിരുന്നാലും ആ ഒരു പ്രതി എന്ന് പറയുന്ന അഫാൻ ശരിക്കും ഒരു നാടകം തന്നെയാണ്. പൊട്ടം കളിക്കുകയായിരുന്നു എന്ന് വേണം പറയാം. അതായത് ഞാനിപ്പം മരിക്കും ഞാൻ ടെലിവിഷൻ കഴിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോലീസിന് മുന്നിലേക്ക് എത്തിയത്. പെട്ടെന്ന് തന്നെ എത്ര ദിവസമായിരുന്നു അതെ ആശുപത്രിയിൽ കിടന്നത്. 7ഓളം ദിവസം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നില്ല ഈ എലിവിഷൻ കഴിച്ചതിന്റെ പേരിൽ. പക്ഷെ ഇപ്പൊ രാസ പരിശോധന ഫലത്തിൽ അതിൽ ചെറിയൊരു അംശം മാത്രമേ ഉള്ളൂ എന്ന് തെളിഞ്ഞിരിക്കുന്നു. അഫാൻ ആ സമയത്തൊക്കെ പറഞ്ഞത് അവരില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, ഞാൻ എന്തായിരുന്നാലും ഞാൻ മരിക്കുമെന്നൊക്കെയായിരുന്നു ഈ ജയിലിൽ വന്നതിന് ശേഷവും പോലീസിനോടൊക്കെ പറഞ്ഞത്. പിന്നീട് പാവപ്പെട്ട പോലീസുകാരൊക്കെ ഈ പറയുന്ന പ്രതിക്ക് വേണ്ടിട്ട് കെട്ടും കാവലും ഒക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഒരുപോലെ കണ്ണടയ്ക്കാതെ ആ ഡ്യൂട്ടി ചെയ്ത ഒരു പോലീസുകാരനാണ് കുഴഞ്ഞു വീണ് അവസാനം ആശുപത്രിയിലേക്ക് ആയത്. അപ്പൊ അത്രത്തോളം പോലീസിനെ പോലും വട്ടം കറക്കുന്ന രീതിയിലുള്ള പ്രകടനമൊക്കെയാണ് അഫാൻ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഉട്ടായിപ്പിന്റെ ഉസ്താദ് തന്നെയാണ് അഫാൻ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്, ഓരോ പ്രവൃത്തികളും സൂചിപ്പിക്കുന്നത് തന്നെയാണ്. ഇപ്പോ ഈ ആത്മഹത്യാ നാടകം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം എനിക്ക് മരിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് ഒരാള് ഇത് ചെയ്യുന്നതെങ്കിൽ എലിവിഷം വാങ്ങി കഴിക്കുക, അല്ലെങ്കിൽ അത് കുറച്ച് മാത്രം കഴിച്ച് അങ്ങനെ ഒരു മരണം തിരഞ്ഞെടുക്കുക, അത് വല്ലാത്തൊരു ആത്മഹത്യ തിരഞ്ഞെടുക്കലായിപ്പോയി അല്ലെ. അത് ശരിക്കും ഒരു നാടകം തന്നെയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് മാത്രമല്ല, ഇപ്പോ അനിത പറഞ്ഞതുപോലെ ഏതാണ്ട് എല്ലാത്തിൽ നിന്നും അഫാൻ സേഫ് ആണ്. കാരണം കടം കൊടുക്കണ്ട, ബാക്കി എല്ലാം ആ പിതാവിന്റെ അമ്മയുടെ ഇതിലേക്ക് വന്നു. എന്താ പിതാവിന്റെ പേടിക്കണ്ട അല്ലെ. അല്ല, പിതാവിന്റെ അമ്മയുടെയും പേരിലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഷെമിക്ക് എന്തായാലും ശാരീരികമായി ഒന്നിനും കഴിയാത്തൊരവസ്ഥയിലേക്കാണ്. ഇപ്പൊ എല്ലാം കൊണ്ടും എല്ലാം വന്ന് എത്തി നിൽക്കുന്നത് ആ പിതാവിൽ തന്നെയാണ്. ആ പിതാവിനെയാണ് ഇപ്പൊ എല്ലാം വേട്ടയാടപ്പെടുന്നത്. പിതാവ് തന്നെ പറയുന്നുണ്ട് തന്റെ മകൻ ഏത് മാനസികാവസ്ഥയിലാണ് ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്തതെന്ന് തനിക്ക് അറിയില്ലെന്നാണ് ആ പിതാവ് ആവർത്തിച്ചു പറയുന്നത്. പിന്നെ അഫാനെ എന്തെങ്കിലും തരത്തിൽ സംസാരിക്കേണ്ടി വന്നാൽ ആ പിതാവ് ചോദിക്കാൻ ബാക്കി വെച്ചിരിക്കുന്നത് പോലും നീ എന്തിനാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തതെന്ന് ചോദിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോൾ പോലും അഫാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ, ഒരു മകനെ നേരിൽ കാണാൻ ആ പിതാവ് ആഗ്രഹിക്കുന്നില്ല. ഒരു മാധ്യമത്തോട് അദ്ദേഹം പ്രതികരിച്ചത് തന്റെ 2 മക്കളും തനിക്കിപ്പോ മരിച്ച അവസ്ഥ തന്നെയാണ്. ഒരു മകനെ, അതായത് എന്റെ ഇളയ മകനെ മൂത്ത മകൻ, അതായത് അവൻ കൊലപ്പെടുത്തി. എന്തായാലും എന്റെ ഇളയ മകൻ മരിച്ചു. അത്തരത്തിൽ എന്റെ ഇളയ മകനെ കൊലപ്പെടുത്തിയതിലൂടെ അവനും എനിക്ക് മരിച്ചതിന് തുല്യമെന്നാണ് റഹീം പറഞ്ഞിരിക്കുന്നത്. അതായത് ഒന്നുകിൽ 2 മക്കൾ നഷ്ടപ്പെട്ട ഒരു വേദനയിൽ ആ അച്ഛനും അമ്മയും കഴിയേണ്ടി വരും. ഷമിക്ക് പലപ്പോഴും അങ്ങനെ കാണണം എന്നുള്ള ആഗ്രഹം ഷമി പ്രകടിപ്പിക്കുന്നുണ്ട്. 2 നാടകങ്ങളാണ് അഫാൻ കളിച്ചിരിക്കുന്നത്. ആത്മഹത്യാ നാടകം 2. ഒന്ന് അന്നത്തെ ഒരു കുഞ്ഞിലായിരുന്നപ്പോ, ഇപ്പൊ മൂന്നാമത്തെ തവണയായി. അതായത് പോലീസ് സ്റ്റേഷനില് തിട്ടയിൽ നിന്ന് ചാടി കാലൊക്കെ ഉദ്ദേശത്തോടെ അത് ആത്മഹത്യ അന്നത്തെ ദിവസം തെളിവെടുപ്പുണ്ടായിരുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടാൻ നാടകമായിരിക്കുമല്ലേ. എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാൻ തന്നെയാണ് ഈ ആത്മഹത്യ നാടകങ്ങൾ അഫാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പൊ തന്നെ ഈ രാസപരിശോധന ഫലം പുറത്തു വന്നപ്പോൾ നമുക്ക് അതിൽ കുറച്ചുകൂടെ വ്യക്തത വന്നു. കാരണം എത്ര തോതിലാണ് ആ ഒരു എലിവിഷം പ്രതി കഴിച്ചിരുന്നതെന്നും അപ്പോൾ എത്രയായിരിക്കും അത് എഫക്ട് ചെയ്യുന്നതെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മൊത്തത്തില് ഇപ്പോ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന പിതാവ് റഹീമാണ്. റഹീം പറയുന്നുണ്ട് ഇനി ഒരിക്കലും തന്നെ മകനെ കാണാൻ തനിക്ക് ആഗ്രഹമില്ലെന്നാണ് പറയുന്നത്. വളരെ നല്ല മിടുക്കനായിരുന്നു അഫാൻ, പക്ഷെ അവന് ഗൾഫിൽ പോകാനായിരുന്നു താല്പര്യം. ഇപ്പൊ പലപ്പോഴും പിതാവിനോട് ഇങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോഴൊക്കെ പറഞ്ഞു നീ സമാധാനപ്പെട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നാണ് ഈ റഹീം പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ കൂടാതെ ഈ ഫർസാനയുടെ കാര്യമൊക്കെ ഒരു ബന്ധു പറഞ്ഞിട്ടാണ് ഈ റഹീം അറിയുന്നത്. അപ്പോ മകനോട് ചോദിച്ചപ്പോ ആദ്യം പറഞ്ഞു ഇല്ല തനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നു. അപ്പോ സ്വാഭാവികമായിട്ടും ഇളയ കുട്ടിയോട് എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കപ്പെടും. അപ്പൊ അങ്ങനെയാണ് ഇളയ കുട്ടിയോട് റഹീം ചോദിക്കുന്നു ഇങ്ങനെയുണ്ട് കാര്യം ഇതാണോ എന്ന് ചോദിക്കുമ്പോ ഇക്ക കള്ളം പറയാണ്, ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് ഒക്കെ ഉണ്ട് ഞാൻ അയച്ചു കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. സിനിമ ചിത്രങ്ങളൊക്കെ കാണുന്നു. പിന്നെ അപ്പോഴും ഉപ്പ പറയുന്ന ഒരു സംഭവമാണ് ഇപ്പോ 27 വയസ്സൊക്കെ ആയിട്ട് നിനക്ക് കല്യാണം കഴിച്ച് തരാം, നീ സ്വന്തമായിട്ടൊരു നിലനിൽപ്പൊക്കെ വേണം, ജോലിയൊക്കെ വേണം എന്ന് ആ വാപ്പ ഉപദേശിക്കുന്നുണ്ട്.
അപ്പൊ എല്ലാ കാര്യങ്ങളും നേടിക്കൊടുക്കുന്ന ഒരു വാപ്പയായിരുന്നു അത്. ഇപ്പോ ഷെമിയുടെ പേരിലും മകന്റെ പേരിലും ഒക്കെയാണ് ഈ മാസം മാസം പൈസയൊക്കെ അയച്ചു കൊടുത്തിട്ടിരുന്നത്. പല പ്രതിസന്ധികൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിട്ട് പോലും എവിടെ നിന്നെങ്കിലുമൊക്കെ പൈസ ഒപ്പിച്ചുകൊണ്ട് ആ വീട്ടിലത്തെ ചെലവിന് വേണ്ടിയൊക്കെ അയച്ചു കൊടുത്തിരുന്നത്. അപ്പൊ ആ ഒരു പിതാവിനെ ഇപ്പൊ കൂടുതൽ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് ഈ ഷെമിയും മകനും ഇപ്പൊ ആ കുടുംബത്തെ താറുമാറാക്കി കളഞ്ഞത്. അത്രയ്ക്കും സാമ്പത്തിക പ്രതിസന്ധിയിൽ ആ വാപ്പേനെയാണ് ഇപ്പൊ തള്ളിവിട്ടിരിക്കുന്നത്. ഷെമി എന്ന് പറയുന്ന ഭാര്യയും അഫാൻ എന്ന് പറയുന്ന മകനും. അത് മാത്രമല്ല, അഫാന്റെ മറ്റു ഉടായിപ്പുകൾ അല്ലെങ്കിൽ അഫാൻ ഒരു ഉപായിയാണ് എന്ന് തെളിയിക്കുന്ന മറ്റു സംഭവങ്ങളാണ്. ഒന്നാമത്തേത്, ഉമ്മയെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അവന് വേറെ എന്തെങ്കിലും പറയായിരുന്നു അല്ലെ. ഇതൊരു ക്ഷമാപണം, ഒരു സോഫ്റ്റ് കോർണർ കൊണ്ടുവന്നിട്ട് ആ ഉമ്മയെ പെട്ടെന്ന് ആക്രമിക്കുന്നു. ഫർസാനയോട് ചോദിക്കുന്നത്, നമ്മൾ ഇപ്പൊ മരിച്ച എന്ത് ചെയ്യുന്നു? അപ്പോ അവൾ പറഞ്ഞു, ഞാനിപ്പോ ആക്സിഡന്റിൽ മരിച്ച എന്ത് ചെയ്യുന്നു? അപ്പോ സൈക്കോളജിക്കലി ആ പെണ്ണിന്റെ മനസ്സറിഞ്ഞിട്ട് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ചോദ്യമൊക്കെ എന്ത് ഉപായത്തോടെയാണ് അഫാൻ ചോദിക്കുന്നത്. അപ്പൊ അവള് പറയുന്നു, ഞാൻ നിന്റെ കൂടെ മരിക്കുമെന്ന് പറയുന്നു. അടുത്ത മൂന്നാമത്തത്, അഫ്സാന് അവനെ ആണെങ്കിൽ മരണത്തിന് തൊട്ട് മുൻപ് അവന് ഇഷ്ടമുള്ളവര് ആ കുഴിമന്തി അല്ലെ, ഇഷ്ടമുള്ള സാധനം അവനെ കൊണ്ട് അവനെ വാങ്ങിപ്പിക്കാൻ വിടുന്നു, അവനെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് അവനെ മരണത്തിലേക്ക് തള്ളി. ഫർസാനയോട് ഈ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉമ്മച്ചി പോയടി എന്ന് പറയുന്നുണ്ട്. ഉമ്മച്ചി പോയി, എന്തായാലും എന്താ നീ പൊക്കോളൂ, ഞാനും അനിയന് പിന്നാലെ വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഫർസാനയെ ഉപദ്രവിക്കുന്നത്. അനിയൻകുട്ടന്റെ കാര്യത്തിലായിരുന്ന പോലും ഉമ്മ പോയി, ഞാൻ പിന്നാലെ വരാം, നീ പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് എല്ലാവർക്കും ഒരു യാത്രാമൊഴിയായിട്ട് ഓരോ ഓരോരുത്തരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ റഹീമിന്റെ ഉമ്മയോട് പോലും എന്റെ ഉമ്മച്ചി പോയടി എന്നാണ് അവരോട് പറഞ്ഞത്. അപ്പൊ എല്ലാവരോടും ഒരു മെസ്സേജ് പോലെ പലതും പറഞ്ഞുകൊണ്ടാണ് പ്രതി അവരെ ആക്രമിച്ചത്. അതുമല്ല, സൽമാ ബിവിയെ കൊലപ്പെടുത്തിയതിന് എന്താ കാരണം എന്ന് വെച്ചപ്പോ ഈ അഫാൻ പറഞ്ഞതാണ്, ആ കിളവി കുഴിയിലോട്ട് താഴെ നീട്ടിയിരിക്കുന്ന കിളവി പൈസ തന്നതാണ്. അപ്പൊ അവന് ആ ഒരു ഇതില്ലേ, ആ ഒരു മൈൻഡ് ഇല്ലേ, ഒരു എല്ലാവരെയും കൊലപ്പെടുത്തുന്നതിന് വ്യക്തമായ കാരണം അതിന് മുന്നേ അവരെ മരണത്തിലേക്ക് തള്ളിവിടുന്നതിന് തൊട്ട് മുന്നേ അവരോട് കാണിച്ചൊരു ഉപായം, ഒരു ഉഡായിപ്പ് തന്നെയാണ് ഈ അഫാൻ അല്ലെ. അതെ, ഇപ്പൊ കഴിഞ്ഞ ദിവസം കുറച്ച് വിവരങ്ങൾ കൂടെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ അഫാൻ പല ദൃശ്യങ്ങളും ഉമ്മയ്ക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അതിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഇവര് ഒരു ആത്മഹത്യ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോ ഉമ്മ നേരത്തെ പറഞ്ഞത് അഫ്സാനുമായിട്ട് ഈ ആത്മഹത്യ വീഡിയോസ് കണ്ടിരുന്നു എന്നാണ്. അപ്പൊ അഫാന്റെ ഫോണിൽ ഒരുപാട് ഇത്തരത്തിലുള്ള അഫാൻ തന്നെ മൊഴി പറഞ്ഞിരിക്കുകയാണ്. അതായത് വീഡിയോസ് കണ്ടിരുന്നു, ഇങ്ങനെ ഈ ഒരു ആത്മഹത്യ വീഡിയോസ് കണ്ടിരുന്നു, ഒരുപാട് വീഡിയോകൾ നോക്കിയിരുന്നു എന്ന് അഫാൻ തന്നെ ഇപ്പൊ മൊഴി പറഞ്ഞിരിക്കുകയാണ്. അതായത് എല്ലാവരും മരിക്കണം എന്നുള്ളൊരു ചിന്ത അവർക്ക് ആദ്യം കൊണ്ടുവരും, എന്നിട്ട് പ്രതി അവസാനം അവരെ കൊലപ്പെടുത്തുകയാണ്. ഒരു സൈക്കോ കില്ലർ എന്ന രീതിക്ക് വേണമെങ്കിൽ നമുക്ക് ചിലപ്പോ അത് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തതാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോവും. അതായത് അത്തരത്തിൽ എന്തെങ്കിലും ഒന്നിനെ ഉൾക്കൊണ്ടുകൊണ്ട് തനിക്ക് അതുപോലെ ആകണം, അല്ലെങ്കിൽ അത്തരത്തിലൊന്നും താനും ചെയ്യണം എന്നുള്ള ഒരു എന്തെങ്കിലും ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് പ്രതി അത് ചെയ്യാൻ ശ്രമിച്ചതാണോ എന്ന് നമുക്കിപ്പോ സംശയം തോന്നുന്നുണ്ട്. അതായത് ഒരേ സമയം തന്നെ തന്നോട് സഹതാപവും തോന്നണം, തന്നോട് സ്നേഹവും തോന്നണം, തനിക്കിനി ജീവിക്കുകയും വേണം എന്നുള്ള രീതിക്കൊക്കെയുള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പൊ പ്രതി ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ ഇപ്പൊ പെരുവഴിയാലായി കിടക്കുന്നത് റഹീമാണ്. ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കുടുംബ ബന്ധങ്ങൾ മൊത്തം തകർന്നിരിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിലൊരു മകനെ ജനിപ്പിച്ചത് കൊണ്ട് ആ ദേഷ്യം ഇവരോടൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഷെമിയോടായിരുന്നാലും റഹീമിനോടായിരുന്നാലും ഒക്കെ ആ നാട്ടുകാർക്കും എന്തായിരുന്നാലും ആ ഒരു അകൽച്ച ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഒരിക്കലും മക്കൾ വേണ്ടുന്ന ഒരു രക്ഷകർത്താക്കൾക്കും അവരാഗ്രഹിക്കില്ല. പക്ഷെ ഇത്തരത്തിൽ വഴിതെറ്റുന്ന മക്കൾ ഉണ്ടാകുമ്പോൾ ആ പിതാവ് എത്രത്തോളം വേദനിക്കുന്നുണ്ടാവും അല്ലെ. കാരണം ഈ മകൻ കാരണം, അഫാൻ എന്ന ഒരുത്തൻ കാരണം സ്വന്തം മകളെ നഷ്ടപ്പെട്ട, സ്വന്തം പിതാവിനെ മാതാവിനെ നഷ്ടപ്പെട്ട കുറച്ചു പേര് കൂടി നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. ഈ റഹീം പറയുന്നുണ്ട്, ഒരുപക്ഷെ താനും ആ വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ തന്റെ കൊച്ചുമോനെ കൊലപ്പെടുത്തിയവനാണ് അവൻ, ഒരുപക്ഷെ താനും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും കൊലപ്പെടുത്തിയവനെന്നാണ് റഹീം പറയുന്നത്. അപ്പോ റഹീം ഒരു തരത്തില് രക്ഷപ്പെട്ടു വന്ന ഒരു വ്യക്തിയാണെന്ന് തന്നെ നമുക്ക് പറയാം. നാട്ടിലുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും റഹീമിനെ കൊലപ്പെടുത്തുമായിരുന്നു. റഹീം നാട്ടിൽ ഇല്ലാതിരുന്നിട്ട് പോലും റഹീമിന് ഒരിക്കലും ആ വീട് കിട്ടരുതെന്ന് കരുതിക്കൊണ്ട് ആ ഗ്യാസ് ഓപ്പൺ ചെയ്ത് വിട്ട വ്യക്തിയാണ് അഫാൻ എന്ന് പറയുന്നത്. അപ്പോൾ അഫാനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നോ അത്രത്തോളം തന്നെ അഫാൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് അഫാൻ ബാക്കി വെച്ച രണ്ടുപേരുടെ ഒരു സംഭവം കൂടെ ഉണ്ട്. കുടുംബത്തിലെ രണ്ടുപേര് സ്വർണം ചോദിച്ചിട്ട് കൊടുക്കാതെ തട്ടത്തുമലയില്ല. അപ്പൊ അവര് പോലും ഇപ്പോൾ വേണമെങ്കിലും വകവരുത്താനുള്ള ഒരു മൈൻഡ് സെറ്റ് ചിലപ്പോ അഫാൻ ഉണ്ടായിരുന്നിരിക്കണം.
അവരോട് അവൻ എന്തുമാത്രം പക ഇപ്പോഴും കാണും അല്ലെ. അതെ അതെ അവർ രക്ഷപ്പെട്ടുവല്ലോ എന്നൊരു പക അവൻ ഇപ്പൊ ഒരുപാട് കാണുന്നുണ്ട്. അതെ. പിന്നെ ആ വാട്സപ്പില് ഒരു യുവതിക്ക് മെസ്സേജ് അയച്ചതായിട്ട് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. അതായത് ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഒരാളെയും കൂടി ലക്ഷ്യം വെച്ചിരുന്നു അഫാൻ കൊലപ്പെടുത്താൻ. പക്ഷെ തളർന്നത് അഫ്സാന്റെ മരണം കൂടി കണ്ടപ്പോ ബോധമൊക്കെ പോകുന്നത് പോലെ തോന്നി. അപ്പോ അവിടെ വെച്ച് തളർന്നു എന്നാണ് അഫാൻ പറയുന്നത്. സിമ്പതിക്ക് വേണ്ടിയിട്ട് പലതും പ്രതിക്ക് പറയാൻ കഴിയും. ആ അവസ്ഥയിൽ ആ സമയത്ത് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് യാഥാർത്ഥ്യം നമുക്ക് അറിയില്ല. ഈ റഹീം പോലും പറയുന്നത് തന്റെ കൊച്ചുമോനെ പോലും കൊല്ലണമെന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ എന്താണെന്നുള്ള കാര്യം മെയിൻ ആയിട്ട് അഫാനും തന്റെ ഭാര്യ ഷെമിക്കും അറിയാമെന്ന് തന്നെയാണ് റഹീം പോലും ഉറപ്പിച്ചു പറയുന്നത്. അപ്പൊ റഹീമിന് ഇപ്പൊ ഉറങ്ങാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയാണ്. കാരണം ആ 5 പേരുടെ മുഖങ്ങൾ റഹീമിനെയാണ് ഇപ്പൊ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും വലിയ ചോദ്യമാണിത്. ഇപ്പൊ ഫർസാനെ കൊലപ്പെടുത്താൻ മാല ചോദിച്ചതിന്റെ വൈരാഗ്യം, അബ്ദുൾ ലത്തീഫിനെ ഭാര്യയെ കൊലപ്പെടുത്താൻ അവർ ഉപദേശിച്ചു, അവർ പരിഹസിച്ചു, അങ്ങനെ പറയുന്നുണ്ട്. സൽവ ബിവി മാല ചോദിച്ചിട്ട് കൊടുത്തില്ല. അടുത്ത് ഉമ്മയാണെങ്കിൽ അതിന് തൊട്ട് മുന്നേ ഉണ്ടായ. പക്ഷെ എന്തിനാ അഫ്സാനെ കൊലപ്പെടുത്തിയെന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണ് അല്ലെ. അഫ്സാനെ വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. പക്ഷെ അഫ്സാനെ കൊലപ്പെടുത്തിയതിന് പ്രത്യേകിച്ച് ദേഷ്യമുണ്ടെന്നോ അങ്ങനെ ഒന്നും അല്ല. അഫ്സാന് താനില്ലാതെ അഫ്സാന് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ് അങ്ങനെ ഒരു മൊഴി അഫാൻ പറയുന്നത്. വിശ്വസിക്കാൻ അഫ്സാനോട് ഇനി എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിരുന്നോ, മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ അല്ലെ. അഫ്സാനെ എന്തിനു കൊലപ്പെടുത്തിയെന്നത് ഇപ്പോഴും ഒരു ചോദ്യമായിട്ട് തന്നെ ഇവരാരും തന്നെ ഇല്ലാതെ ജീവിക്കാനാണ് അഫാൻ ആഗ്രഹിക്കുന്നതിന്റെ ഏറ്റവും ഉദാഹരണമാണിത്. കാരണം പ്രതിക്ക് അത്തരത്തിൽ ഇവർക്കൊപ്പം തന്നെ പോകണമെന്നായിരുന്നെങ്കിൽ പ്രതി ഇങ്ങനെ ആയിരിക്കില്ല ചെയ്യുന്നത്. നമുക്ക് ഇത്രയും ക്രൂരമായിട്ട് ഓരോരുത്തരെ കൊലപ്പെടുത്തിയ പ്രതി ഒരു മുറിവ് കൊണ്ടുപോലും തന്റെ ശരീരത്തെ വേദനിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും ഇനി ഷെമിയുടെ മൊഴിയെടുക്കും. അത് മൊഴിയെടുക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് പോലീസ്. ഒരുപാട് കാര്യങ്ങൾ ഷെമിയിൽ നിന്ന് ചോദ്യം ചെയ്യും. ഷെമി മൊഴിയെടുക്കുമെന്നല്ല, ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ, കൂടുതൽ ചോദ്യം ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ടുണ്ട്. അപ്പോൾ ഷെമിയെ ഇനി ചോദ്യം ചെയ്യുക എന്ന നീക്കത്തിലേക്കാണ് പോലീസ് നടക്കുന്നത്. എന്തായാലും പോലീസ് അത്തരത്തിലൊക്കെ നീക്കം നടക്കുന്നുണ്ട്. പക്ഷെ ആ റഹീമിന്റെ അവസ്ഥ നമുക്ക് ഒരിക്കലും കാണാതെ പോകാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് ഇപ്പോഴും ഫർസാനയുടെ കുടുംബത്തെ കാണുമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ ഫർസാനയുടെ കുടുംബം എങ്ങനെയായിരിക്കും റഹീമിനോട് പെരുമാറുക എന്നത് തനിക്ക് ഇപ്പോഴും ചിന്തിക്കാനാവില്ലെന്നാണ് റഹീം പറയുന്നത്. കാരണം എല്ലാം നഷ്ടപ്പെട്ടൊരു പിതാവാണ് അദ്ദേഹം. അതായത് 2 മക്കളും തനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ആ പിതാവ് പറയുന്നത്. ഒരു മകൻ ജീവനോടെ ഉണ്ടെങ്കിലും മരിച്ചതിന് തുല്യമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. ഫർസാനയുടെ അതാ പറഞ്ഞത്, ഫർസാനയുടെ കുടുംബത്തെ അദ്ദേഹം കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും ഫർസാനയുടെ കുടുംബം റഹീമിനോട് പ്രതികരിക്കുക എന്ന് അറിയാൻ കഴിയില്ല. അപ്പോ അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് അക്ഷരാർത്ഥത്തിൽ എനിക്കും 2 മക്കളെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ്. അപ്പൊ റഹീം ഫർസാനയുടെ കുടുംബം തീർച്ചയായിട്ടും അവർ പ്രതീക്ഷിക്കാതെ ഒരു ആഘാതമാണ് ആ കുടുംബത്തിന് ഏറ്റിരിക്കുന്നത്. അത് ഒരു കുഞ്ഞനിയെ മാത്രമേ ഇനി ഫർസാനയ്ക്ക് ഉള്ളൂ. അപ്പൊ ആ ഉമ്മയും വാപ്പയും അത്രത്തോളം ആഘാതത്തിൽ തന്നെയാണ്. നമ്മൾ ആ കുടുംബത്തെ ഈ നേരത്തെ നമ്മള് മനസ്സിലാക്കാതെ പോകുന്നതല്ല. അത്രത്തോളം ആഘാതം ആ കുടുംബത്തിനുണ്ട്. അവരൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു ആ അവസാന നിമിഷം പോലും ആ മകളുടെ മുഖം നേരെ കാണാനുള്ള ഒരു ഇതുപോലും അവർക്ക് ഉണ്ടായിരുന്നില്ല. അത്ര മൃഗീയമായിട്ടാണ് ഈ അഫാൻ ആ പെൺകുട്ടിയുടെ മുഖത്തെ വികൃതമാക്കി കളഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കമന്റുകളോട് പ്രേക്ഷകർ പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പോ അബ്ദുൾ റഹീമിനും ഷെമിക്കും വീട് വെച്ച് കൊടുക്കും എന്ന ആ ഒരു ഇത് വന്നല്ലോ. അപ്പോ ഇവരെ ഇങ്ങനെ ചേർത്ത് നിർത്തുന്നത് പോലെ ചേർത്ത് നിർത്തേണ്ടതാണ് ഫർസാനയുടെ കുടുംബം. അവർക്ക് നഷ്ടമായിട്ടുണ്ട് അച്ഛനും അമ്മയും അനിയനും. അതുപോലെ തന്നെ അബ്ദുൾ ലത്തീഫിന്റെ 2 മക്കള്, ഇവരെ നമ്മൾ ചേർത്ത് നിർത്തേണ്ടതായിട്ടുണ്ട്. അപ്പോ ഒരു കൂട്ടരെ മാത്രമല്ല, ഇവിടെ നഷ്ടങ്ങൾ പലർക്കും നഷ്ടമായിരിക്കുന്നു. മകളെ നഷ്ടമായി, മാതാപിതാക്കളെ നഷ്ടമായി. അപ്പോൾ നഷ്ടങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പോൾ നഷ്ടം വന്നവരെല്ലാവരെയും ചേർത്ത് നിർത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ എല്ലാവരെയും ഒന്ന് കൈപിടിക്കേണ്ടതുണ്ട് എന്ന തരത്തിലുള്ള കമന്റുകളൊക്കെ നിറയുന്നുണ്ട്, എന്ന അഭിപ്രായം ഒക്കെ ഉയരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവർക്കുണ്ടായ അതേ നഷ്ടം തന്നെയാണ് അവർക്ക് 2 പേർക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അവരെയും കൂടി ഒന്ന് ചേർത്ത് നിർത്തേണ്ട സമയം തന്നെയാണ്. അവരെയും കൂടി പരിഗണിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ് അല്ലേ. അതെ. എന്തായാലും കത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ച് മെഴുകുതിരി പോലുള്ള കുറെ ജീവിതങ്ങൾ അഫാൻ കാരണം ഇപ്പോൾ പെരുവഴിയിലായി നിൽക്കുന്നുണ്ട്. ആ കുടുംബങ്ങളുടെ വേദന നമുക്ക് കാണാതെ പോകാൻ ഒരിക്കലും സാധിക്കില്ല. ഒരിക്കലും നമ്മള് ഷെമിയെ മാത്രമോ റഹീമിനെ മാത്രമോ അല്ലെങ്കിൽ അഫാനെ മാത്രമോ ആയിട്ടല്ല ഇതിൽ ഒതുക്കുന്നത്. ഇതിനിടയ്ക്ക് പോലും മുന്നിലേക്ക് വരാതിരിക്കുന്ന കുറച്ച് വിങ്ങലോടെ ഇരിക്കുന്ന കുറച്ച് മനുഷ്യരൊക്കെ ഉണ്ട്. അവരെയൊക്കെ നമ്മൾ ഈ സമയത്ത് ഓർക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ദൈവം അവർക്ക് അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള അനുഗ്രഹം നൽകട്ടെ എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. അതെ.